സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ഷേപങ്ങൾക്കും എണ്ണി മറുപടി പറഞ്ഞൊരു വാർത്താ സമ്മേളനം മന്ത്രി എം.ബി. രാജേഷ് കഴിഞ്ഞ ദിവസം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ ഏറെക്കുറെ എല്ലാ പ്രതിപക്ഷവാദങ്ങളും പൊളിഞ്ഞതോടെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ രേഖകൾ എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് വീണ്ടും ചില സുപ്രധാന രേഖകൾ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. രഹസ്യരേഖ. അതെ, പക്ഷേ ഇതിന്റെ വാസ്തവം എന്ന് പറയുന്നത് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ വെബ്സൈറ്റിൽ തന്നെ അതും 16 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് രഹസ്യരേഖ എന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ വാദങ്ങളെയും മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പൊളിക്കുകയാണല്ലേ. എന്തിനാണ് ഇങ്ങനെ തെറ്റായ പ്രചാരണങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ തുടർച്ചയായുള്ള ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകണമെന്ന കുബുദ്ധിയോടുകൂടിയുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ ദുരുദ്ദേശമുണ്ടല്ലോ എന്നാണ് ഇന്ന് മന്ത്രി ചോദിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിച്ച് മന്ത്രി എം.ബി. രാജേഷ്. സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട രഹസ്യരേഖ എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് 13 ദിവസം മുൻപ് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ മന്ത്രിസഭാ രേഖയെന്നാണ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞത്. ഒയാസിസിന് പ്രാരംഭാനുമതി നൽകിയത് 10 ഘട്ട പരിശോധന നടത്തിയ ശേഷമാണ്. മുൻ പ്രതിപക്ഷ നേതാവ് കർണാടകയിലെ സ്പിരിറ്റ് ലോബിയുമായി ചർച്ച നടത്തിയോ എന്നത് വ്യക്തമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എലപ്പുള്ളി സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗത്തിന്റെ രേഖയാണ് തെളിവ് എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. എന്നാൽ സർക്കാർ വെബ്സൈറ്റിൽ ഒയാസിസിന് നൽകിയ അനുമതിയുടെ രേഖ ലഭിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചതെന്നും മന്ത്രി വിമർശിച്ചു. ഇന്ന് പുറത്തുവിട്ട രേഖ 16-ാം തീയതി ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഇന്ന് 29 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്നൊരു കാര്യമാണ്. ഇനി അത് വ്യക്തമാക്കുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ്. അതീവ രഹസ്യം, സർക്കാരിന് ദുരൂഹതയുണ്ട്, മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. ക്യാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ. 2022-23 മദ്യനയത്തിന്റെ ആമുഖത്തിൽ ENA എത്തനോൾ ഉൽപാദന കേന്ദ്രം ഇവിടെ ആരംഭിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനപ്പുറം എന്ത് പരസ്യമാണ് വേണ്ടതെന്നും മന്ത്രി ചോദിച്ചു. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും ഒരു രഹസ്യാത്മകതയുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ ലഭിക്കുന്നത് 30/11/2023. 10 ഘട്ട പരിശോധന പിന്നിട്ടിട്ട് 16/1/2025 ക്യാബിനറ്റ് അനുമതി കൊടുക്കുന്നത്. 10 ഘട്ടങ്ങളിലായ പരിശോധനയുണ്ട്. 14 അതും പ്രാരംഭാനുമതിയാണ്. അതിന് 14 മാസം എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി ഭൂഗർഭജലം പ്ലാന്റിനായി എടുക്കില്ല. മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയ്ക്ക് നൽകുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ 0.5 ദശലക്ഷം ലിറ്ററാണ് പ്ലാന്റിനായി വേണ്ടിവരിക. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ടെന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞ മന്ത്രി ഫെബ്രുവരി 17-ന് എലപ്പുള്ളിയിലെ മഴവെള്ള സംഭരണത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും ക്ഷണിക്കുകയും ചെയ്തു. കർണാടകത്തിലെ സ്പിരിറ്റ് ലോബിയുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തമാക്കണം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ദുരൂഹമാണ്. എന്നാൽ അപവാദങ്ങളെ ഭയന്ന് സർക്കാർ പിന്നോട്ടില്ലെന്നും മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.